കോമൺ ആയിട്ട് പ്രഗ്നന്റ് ലേഡീസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ലൈക്ക് പ്രഗ്നൻസിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ്. പ്രഗ്നൻസിയിൽ അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആണെങ്കിൽ ആവശ്യമുള്ള ട്രാവൽ അപ് ടു 36 വീക്സ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് പ്രഗ്നൻസി എങ്ങനെയാണ്, കുഴപ്പങ്ങൾ എല്ലാം ഓക്കെ ആണോ, കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് കാണുന്ന ഡോക്ടറിനെ, ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് മേക്ക് ഷുവർ ചെയ്യണം. ചില കോൺട്രാഇൻഡിക്കേഷൻസ് ഉണ്ട്, അതായത് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യണം. അല്ലാതെ ഓക്കെ ആണ്. പിന്നെ 14 to 28 വീക്സ് ആണ് നമ്മൾ പറയുക അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസിയിലെ ബെസ്റ്റ് ടൈം ടു ട്രാവൽ. പിന്നെ പ്രഗ്നന്റ് ലേഡീസ് ട്രാവൽ ചെയ്യുമ്പം എസ്പെഷ്യലി ലോങ് ഹോൾ ഫ്ലൈറ്റ്സ്, അതായത് 4 hours കൂടുതലുള്ള ഫ്ലൈറ്റ്സ് ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കൊന്ന് എണീറ്റ് നടക്കണം. അത് എല്ലാവരും ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കണം, ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ജനറലി ഒരു കാര്യം, ചിലർക്ക് കുറച്ച് റിസ്ക് ഉണ്ടാവും, അതായത് രക്തം കട്ട പിടിക്കുന്ന ഒരു ടെൻഡൻസി പ്രഗ്നന്റ് ലേഡീസിൽ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ടെൻഡൻസീസ് ഉള്ളവരാണെങ്കിൽ ഡോക്ടേഴ്സ് അതിനുള്ള മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ട്രാവലിന്റെ മുമ്പ് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് എല്ലാം ഒന്ന് മേക്ക് ഷുവർ ചെയ്യണം. ആൻഡ് ചില കണ്ടീഷൻസിൽ ലൈക്ക് അഡ്വാൻസ് പ്രഗ്നൻസിയിലാണെങ്കിൽ ചിലപ്പോൾ എയർലൈൻസ് ട്രാവൽ സർട്ടിഫിക്കറ്റും ചോദിക്കും. അപ്പം നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് ട്രാവൽ സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യും, എല്ലാം ഓക്കെ ആണെന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട്.